ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ ഇത് ഫോർഡ് ഫിഗോ ആണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലെ ബ്രേക്ക് ലൈനർ എങ്ങനെയാണ് മാറുന്നതെന്ന് നമുക്ക് നോക്കാം. ബ്രേക്ക് ലൈനറിൻ്റെ തേയ്മാനവും കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ബാക്ക് ലെഫ്റ്റ് സൈഡിൽ ഡ്രം ഓൾറെഡി അഴിച്ചു വെച്ചിട്ടുണ്ട്. ഈ സൈഡിലെ ലൈനർ നമ്മൾ നോക്കുന്ന സമയത്ത് ഏകദേശം വലിയ കുഴപ്പമില്ലാത്ത ലൈനർ, പകുതിക്കോളം ലൈനർ ഉണ്ട്. പക്ഷേ നമ്മൾ ഈ സൈഡിൽ നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഈ ഭാഗത്ത് നല്ല രീതിയിൽ ബ്ലേഡ് പോലെ ആയിട്ടുണ്ട്. മീൻസ് ലൈനർ നല്ല രീതിയിലുള്ള തേയ്മാനം ഉണ്ട്. നമുക്ക് ലൈനർ മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വീൽ സിലിണ്ടറിന് ലീക്കോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. മീൻസ് വീൽ സിലിണ്ടർ നമുക്ക് മാറ്റേണ്ടതായിട്ടില്ല. ഈ ലൈനറാണ് മാറ്റേണ്ടത്. ഈ ലൈനറിൻ്റെ ഈ കനം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ തീരെ കനക്കുറവാണ്. മീൻസ് ഇനി കുറച്ച് കിലോമീറ്ററോടെ വണ്ടി ഓടത്തുള്ളൂ. വണ്ടി ഓടിക്കഴിഞ്ഞാൽ ഈ ലൈനർ ഇളകിപ്പോയിട്ട് ഡ്രമ്മേൽ വരെയും പിന്നെ ഡ്രമ്മ് പോളിഷ് ചെയ്യണം, അല്ലെങ്കിൽ ഡ്രമ്മ് മാറേണ്ട അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ലൈനർ നമുക്ക് മാറണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ലോക്കാണ് അഴിച്ച് എടുക്കേണ്ടത് ആദ്യമായിട്ട്. അതിന് വേണ്ടിയിട്ട് പ്ലെയർ നമ്മൾ പിടിക്കുക. ഈ ലോക്കിൻ്റെ ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഒരു വെട്ടുണ്ട്. ഇത് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് തിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലെയർ ഉപയോഗിച്ചിട്ട് തിരിച്ച് കഴിഞ്ഞാൽ ഇത് അൺലോക്ക് ആവും. അതായത് ഈ ഭാഗത്ത് ഈ ക്രോസിനാണ് ഇതിൻ്റെ ലോക്ക് കിടക്കുന്നത്. ഇതിനുള്ളിലായിട്ട് ഒരു പ്ലേറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ആ പ്ലേറ്റ് നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ലോക്കായി കിടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇങ്ങനെ കയറ്റിയിട്ട് ഇങ്ങനെ തിരിക്കുമ്പോഴാണ് ഇത് ലോക്കായിട്ട് കിടക്കുന്നത്. ഇതിപ്പോൾ ലോക്ക് പോഷനാണ്. നമ്മൾ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇത് സിമ്പിളായിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സൈഡിലെ ലോക്ക് അതേപോലെ തന്നെ നമുക്ക് ഊരിയെടുക്കേണ്ടതായിട്ടുണ്ട്. ജസ്റ്റ് പ്രസ് ചെയ്യുക, തിരിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഫുൾ അഴുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അഴിച്ചു. ഇനി ജസ്റ്റ് ഈ സ്പ്രിങ്ങിനെ ലോഡ് ചെയ്യുക, വെളിയിൽ ഊരി എടുക്കുക. നമുക്ക് ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ കേബിളാണ് വേണ്ടത്. ഇത് നമ്മൾ പിസ്റ്റൺ നോക്കുന്ന സമയത്ത് ജസ്റ്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് നോക്കിയാൽ ഇതിന് ജാമോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ലീക്കും കാര്യങ്ങളൊന്നും ഇല്ല. മീൻസ് ഇതിൻ്റെ വീൽ സിലിണ്ടർ നമുക്ക് മാറേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതാണ് ഊരിയെടുക്കേണ്ടത്. ഇത് ഊരിയെടുക്കാനായിട്ട് ജസ്റ്റ് ഈ സ്പ്രിങ് ഊരി വിടുക. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ, കുഴപ്പമില്ല. ഇനി നമുക്ക് ഈ ഹാൻഡ് ബ്രേക്ക് കേബിൾ ഊരിയെടുക്കാം. ഹാൻഡ് ബ്രേക്ക് കേബിൾ ഊരിയെടുക്കാനായിട്ട് ജസ്റ്റ് ഇതിനെ ബാക്കിലോട്ട് തള്ളിയിട്ട് വലിച്ചു കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് കേബിൾ സിമ്പിളായിട്ട് ഊരിയെടുക്കുന്നത്. അതായത് ഇങ്ങോട്ട് തിരിച്ച് കഴിഞ്ഞിട്ട് ഈ ഹോളിൽ കൂടെ വെളിയിലോട്ട് ഈ ഹാൻഡ് ബ്രേക്ക് കേബിൾ വരും. ഇനി നമുക്ക് ഈ സ്പ്രിങ് ഊരിയെടുക്കാം. സ്പ്രിങ് ഊരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്പ്രിങ് നോക്കേണ്ടത് ഇവിടെ ചുറ്റിൻ്റെ എണ്ണം കുറവായിരിക്കും, ഇവിടെ ചുറ്റിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. മീൻസ് ഇവിടെയാണ് അതിൻ്റെ അഡ്ജസ്റ്റ് വരുന്നത്. ആ ഭാഗത്ത് ചുറ്റിൻ്റെ എണ്ണം കുറവായിരിക്കും, ഈ ഭാഗത്ത് ചുറ്റിൻ്റെ എണ്ണം കൂടുതലായിരിക്കും സ്പ്രിങ്ങിൽ വരുന്നത്. നമുക്ക് ഈ സ്പ്രിങ് ആണ് ഊരിയെടുക്കേണ്ടത്. ഈ സ്പ്രിങ് ഊരിയെടുക്കാനായിട്ട് ഇതിനെ ജസ്റ്റ് ബാക്കിലോട്ട് വലിക്കുക, ഇങ്ങോട്ട് മൂവ് ചെയ്യുക. ഇങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ലോക്ക് ആദ്യം ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഈ ലോക്ക് നമ്മൾ ഊരിയെടുത്തതിന് ശേഷം ഈ സ്പ്രിങ് ഊരിയെടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ സ്പ്രിങ്ങിൻ്റെ പൊസിഷൻ വരുന്നത് ഈ ഒരു ആംഗിളായിരിക്കും, ഒരു എൽ ആംഗിളായിരിക്കും ഇതിൻ്റെ പൊസിഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഊരിയെടുക്കേണ്ടത് ഇങ്ങോട്ട് ബാക്കിലോട്ട് നീക്കിയിട്ട് സിമ്പിളായിട്ട് തന്നെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ആംഗിളിലാണ് ഇത് കിടക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സ്പ്രിങ് ഊരിയെടുക്കണം. അതും ഇതേപോലെ തന്നെ ഒരു എൽ ആംഗിളായിരിക്കും കിടക്കുന്നത്. ഇങ്ങനെ കയറ്റിയിട്ടിട്ട് ഇങ്ങനെ തിരിക്കുന്ന ഒരു ടൈപ്പായിരിക്കും വരുന്നത്. പക്ഷേ ഈ ഒരു പോർഷനിൽ വരുമ്പോൾ ഇത് കൊളുത്തിയിടുന്ന ടൈപ്പ് ആയിരിക്കും വരുന്നത്. ഇനി നമുക്ക് ഇതാണ് ഊരിയെടുക്കേണ്ടത്. ഇത് ഊരിയെടുക്കാനായിട്ട് നമുക്ക് ആദ്യം ഇത് സിമ്പിളായിട്ട് നമ്മളങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഈ സാധനം ഊരി വരില്ല. ഇത് ഒരു പൊസിഷനിൽ മാത്രമേ ഊരി വരുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ സ്പ്രിങ് ആണ് ഊരിയെടുക്കേണ്ടത്. ഈ സ്പ്രിങ് ഊരിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യാനായാലും സിമ്പിളായിട്ട് സാധിക്കും. ഈ സ്പ്രിങ് ജസ്റ്റ് വിടിയിക്കുക. ഈ സ്പ്രിങ് വരുന്നത് ഒരു ഇങ്ങനത്തെ ആംഗിളായിരിക്കും വരുന്നത്. അതായത് ഇതും ഒരു എൽ ആംഗിൾ തന്നെയാണ് വരുന്നത്. ഇത് ജസ്റ്റ് ഇതിലോട്ട് കയറ്റിയിടുക, ഇങ്ങനെ കയറ്റിയിടുക. അപ്പോൾ സ്പ്രിങ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സിമ്പിളായിട്ട് ഊരിയെടുക്കാനായിട്ട് ഇതിനെ ബാക്കിലോട്ട് മൂവ് ചെയ്യിക്കുക, ഇങ്ങനെ ഊരിയെടുക്കുക. അല്ലാതെ നമ്മൾ ഊരിയെടുക്കാൻ നോക്കി കഴിഞ്ഞാൽ ഇത് വരില്ല. ഇത് ലോക്കായിട്ട് ഇങ്ങനെ തന്നെ കിടക്കും. ഇത് നമ്മൾ വലിച്ചു കഴിഞ്ഞാലൊന്നും വരില്ല. കുത്തിയെടുക്കാനൊന്നും ശ്രമിക്കേണ്ട, കാരണം ഇതൊക്കെ ബെൻഡായി പോകാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഊരിയെടുക്കാനായിട്ട് ഈ സ്പ്രിങ് ആദ്യം ഊരിയെടുക്കുക, എന്നിട്ട് ഇതിനെ ബാക്കിലോട്ട് മൂവ് ചെയ്യിക്കുക, ഈ ഒരു ആംഗിളിൽ ഊരിയെടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് ഉള്ള ഡസ്റ്റും കാര്യങ്ങളും ഇതെല്ലാം നമുക്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് കളയണം. ഇതെല്ലാം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് കളയണം. അതുപോലെ തന്നെ ആ ഭാഗത്തെ പിസ്റ്റൻ്റെ അഴുക്കും കാര്യങ്ങളും എല്ലാം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് കളയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ക്ലീനിങ് എല്ലാം നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇതിനകത്തെ ഡസ്റ്റും കാര്യങ്ങളും എല്ലാം ഇവിടെ ഇരുന്ന ഡസ്റ്റും കാര്യങ്ങളും എല്ലാം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്.
അത് കൂടാതെ തന്നെ നമ്മളിപ്പോൾ ഫുള്ള് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഈ ഹാൻഡ് ബ്രേക്കിന് സ്റ്റക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നമ്മൾ മെയിനായിട്ട് നോക്കണം. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഒന്ന് ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് ഇത് കറക്റ്റായിട്ട് റിട്ടേൺ പോകുന്നുണ്ടോ എന്ന് കറക്റ്റായിട്ട് നോക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ലൈനർ തേയ്മാനം വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ വലിച്ചേ വിട്ടേ ഇപ്പോൾ കറക്റ്റായിട്ട് റിട്ടേൺ വരുന്നു. മീൻസ് ഹാൻഡ് ബ്രേക്ക് കേബിളിന് സ്റ്റക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഫുള്ളായിട്ട് സ്പ്രിങ്, അതുപോലെ തന്നെ ഇതിൻ്റെ അഡ്ജസ്റ്റർ, ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന അഴുക്ക് കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതും ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. പെട്രോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്കിത് സെറ്റ് ചെയ്യണം. ആദ്യം നമുക്കിതിൻ്റെ ലോക്കാണ് സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ എന്തായാലും പുതിയ ലൈനർ എടുക്കാം. ഈ പുതിയ ലൈനറും പഴയ ലൈനറും തമ്മിലുള്ള കനം വ്യത്യാസം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ മനസ്സിലാവും. ഇത് നല്ലതുപോലെ തേഞ്ഞിട്ടുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ലൈനർ സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ലൈനർ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ കേബിളാണ് ആദ്യം നമുക്ക് വലിച്ചിടേണ്ടത്. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് കേബിൾ വലിച്ചിടാനായിട്ട് ജസ്റ്റ് പ്ലെയർ കൊണ്ട് ഇതിൽ വലിക്കുക. അതിന് മുന്നേ ആയിട്ട് ഇതിനകത്തായിട്ട് കയറ്റി വിടുക. ഈ സൈഡിൽ പ്ലെയർ കൊണ്ട് ഇവിടെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഇത് നമ്മൾ കയറ്റിയിട്ടിട്ടുണ്ട്. ഇനി പ്ലെയർ കൊണ്ട് ഇത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. പിടിച്ചതിന് ശേഷം ഈ സ്പ്രിങ്ങിന് നല്ല ടെമ്പറായിരിക്കും. ഒരു ശകലം ബാക്കിലോട്ട്. ഓക്കെ, ഇപ്പോൾ സ്പ്രിങ് ബാക്കിലായിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് വീണിട്ടുണ്ട്. ഇനി നമുക്കിത് കറക്റ്റായിട്ട് ഇങ്ങനെയാണിത് ഇതിൻ്റെ ആംഗിൾ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇടേണ്ടത് ഈ ലോക്കാണ്. ഈ ലോക്ക് ഇടുന്നതിന് ഒരു പൊസിഷനുണ്ട്. നമ്മൾ ചുമ്മാതെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ കറക്റ്റായിട്ട് ഈ ലോക്ക് ഇതിനുള്ളിൽ ഈ വെട്ട് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലാണ് നിൽക്കുന്നത്. ഈ വെട്ട് കിടന്ന പാടാണ് ഇത് കാണുന്നത്. ഈ വെട്ട് കിടന്ന പാടാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കയറ്റി കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് കയറത്തില്ല. അപ്പോൾ അത് കയറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിനെ ബാക്കിലോട്ട് മൂവ് ചെയ്യിക്കുക. ഈ ഭാഗത്ത് ഇത് കയറ്റി വെക്കുക. കയറ്റി വെച്ചതിന് ശേഷം കയറ്റിയിടുക. ഇപ്പോൾ ലോക്കായി. ഓക്കെ, ഇനി ഇതിൽ നിന്ന് പോകത്തില്ല. അല്ലാതെ നമ്മൾ ഊരാൻ നോക്കിയാലും ഇത് വരില്ല. ഇത് ഊരണമെന്നുണ്ടെങ്കിൽ ഇതിനെ ബാക്കിലോട്ട്, നമ്മളിപ്പോൾ ഈ സ്പ്രിങ് എടുത്തേക്കുന്നതുകൊണ്ടാണ് സിമ്പിളായിട്ട് അത് ഇടുന്നത്. ഇതിനെ ബാക്കിലോട്ട് മൂവ് ചെയ്യിച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇത് കയറ്റി ഇടാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ കയറ്റി വെക്കുക. കയറ്റി വെക്കുമ്പോൾ ഈ വെട്ട് ഇതിനുള്ളിലായിട്ട് ഇങ്ങനെ കയറി പോവുകയും വേണം. ഓക്കെ, അപ്പോൾ ഇത് ലോക്കാവും. ഇത് ഊരാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ ബാക്കിലോട്ട് വെക്കുക, ഇങ്ങനെ ഊരുക. അപ്പോൾ ഇത് കയറ്റി ഇടാനായിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ വെക്കുക. അപ്പോൾ ഈ വെട്ട് ഇതിനകത്ത് കറക്റ്റായിട്ട് കയറ്റി വെക്കുക. ഇതിനെ പ്രസ് ചെയ്യുമ്പോൾ ഇത് കറക്റ്റായിട്ട് ഇപ്പോൾ വീണിട്ടുണ്ട്. അപ്പോൾ ഇത് തെറ്റി പോകാതിരിക്കാനായിട്ട് നമ്മൾ ഈ സ്പ്രിങ് കറക്റ്റായിട്ട് അങ്ങ് കയറ്റി വെക്കുക. ജസ്റ്റ് ഇങ്ങനെയാണ് ഇതിൻ്റെ സ്പ്രിങ്ങിൻ്റെ ആംഗിൾ വരുന്നത്. കൈകൊണ്ട് വലിക്കുന്ന ആ ടെമ്പർ തന്നെ ഇതിന് വരുള്ളൂ. ഇപ്പോൾ ഇത് ഫുള്ള് ലോക്കായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇടേണ്ടത് ഈ സ്പ്രിങ് ആണ്. ഈ സ്പ്രിങ് കയറ്റിയിടാനായിട്ട് നമ്മൾ പറഞ്ഞു ചുറ്റുകുറവുള്ള സ്പ്രിങ് ഈ സൈഡിലാണ് വരുന്നത്. ഇതിൻ്റെ ലോക്കിന് ഡിഫറൻ്റ് ഉണ്ട്. ഇത് ജസ്റ്റ് ഇങ്ങനെ ഇതിനുള്ളിലായിട്ട് കയറ്റി വെക്കുക. ഇത് ബാക്കിലോട്ട് വലിച്ചു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ ലൈനറിൽ ആ സ്പ്രിങ് ഇടേണ്ടതായിട്ടുണ്ട്. ഈ സ്പ്രിങ്ങാണ് കയറ്റിയിടേണ്ടത്. ഈ സ്പ്രിങ് കയറ്റിയിടാനായിട്ട് ജസ്റ്റ് ഈ ഹോളിൽ, രണ്ടാമത്തെ ഹോളിലാണ് ഇത് വരുന്നത്. അതിന് വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ കയറ്റി വെക്കുക, ഇങ്ങനെ നൂത്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇടേണ്ടത് ഈ സ്പ്രിങ്ങാണ് ആദ്യം ഇതിൽ ഇടേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഈ സ്പ്രിങ് ഇതിനുള്ളിലായിട്ട് കയറ്റി വെക്കുക. ഇപ്പോൾ സ്പ്രിങ് ഇതിൽ കയറി വീണിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ബാക്കിലോട്ട് കൊണ്ടുവന്നിട്ട് ഈ ലോക്കാണ് ഇടേണ്ടത്. ഈ ലോക്ക് ഇതിനുള്ളിലായിട്ട് ഇടണം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് താഴോട്ട് പ്രസ് ചെയ്യുക. താഴോട്ട് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് സിമ്പിളായിട്ട് ഇടാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഹോളിൽ വീണിട്ടുണ്ട്. ഹോളിൽ വീണതിന് ശേഷം ബാക്കിലോട്ട് പ്രസ് ചെയ്യുക. ഓക്കെ, കയറി വീണിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇത് ഇടേണ്ടത്. അപ്പോൾ നമ്മൾ ഈ സ്പ്രിങ് ഇട്ടിട്ടുണ്ട്. ഈ സ്പ്രിങ്ങും വീണിട്ടുണ്ട്. ഇനി നമുക്ക് ഇടേണ്ടത് ഈ സ്പ്രിങ്ങാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ പിസ്റ്റണിൽ കറക്റ്റായിട്ട് ഇത് കയറ്റി വെക്കുക. വെച്ചതിന് ശേഷം ഈ ഒരു ഭാഗം ഇതിനുള്ളിലായിട്ട് കയറ്റി വെക്കുക. ഇനി നമുക്ക് ഇടേണ്ടത് ഈ ഒരു സ്പ്രിങ്ങാണ്. ഈ സ്പ്രിങ്ങിനായിട്ട് ജസ്റ്റ് ഇവിടെ ഇത് കൊളുത്തി വെക്കുക. കൊളുത്തി വെച്ചതിന് ശേഷം ബാക്കിലോട്ട് ഈ ഹോളിലായിട്ട് കൊളുത്തിയിട്ടതിന് ശേഷം ജസ്റ്റ് ബാക്കിലോട്ട് വലിക്കുക, കയറ്റിയിടുക. ഓക്കെ, ഇങ്ങനെയാണിത് ഇതിൻ്റെ പൊസിഷൻ വരുന്നത്. ഇനി നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് ഇനി നമുക്ക് ഇതിൻ്റെ ലോക്കാണ് ഇടേണ്ടത്. ലോക്ക് ഇടാനായിട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ ബാക്കിലൂടെ ഈ ലോക്ക് കറക്റ്റായിട്ട് ഈ ഹോളിൽ കൂടെ കയറ്റിയിടുക. നമ്മളിപ്പോൾ ഈ പിന്ന് കയറ്റിയിട്ടിട്ടുണ്ട്. അതിനുശേഷം ഈ ലോക്ക് കറക്റ്റായിട്ട് കയറ്റിയിടുക. അതിനുശേഷം സ്പ്രിങ് കയറ്റിയിടുക. അതിനുശേഷം ഈ ലോക്ക് കറക്റ്റ് കയറ്റിയിടുക. കറക്റ്റ് കയറ്റി ഇട്ടിട്ട് നമുക്ക് തിരിച്ചിട്ട് വേണം ഇത് ലോക്ക് ചെയ്യാനായിട്ട്.
അതിനുവേണ്ടി പ്ലെയർ വെക്കുക. പ്ലെയർ വെച്ചിട്ട് കറക്റ്റ് സെൻറ്റർ നോക്കുക, തിരിക്കുക. ഇപ്പോൾ ജസ്റ്റ് സെൻറ്ററിൽ തന്നെ കറക്റ്റായിട്ട് വീണ് കിടപ്പുണ്ടോ എന്ന് കറക്റ്റായിട്ട് നോക്കണം. അതേപോലെ തന്നെ ഈ ലോക്കും ഇതിനുള്ളിലായിട്ട് കയറ്റിയിടുക. കയറ്റിയിടുക. ആദ്യം കാണുന്ന ലോക്ക് കയറ്റിയിടുക, സ്പ്രിങ് കയറ്റിയിടുക. ഇനി നമുക്ക് ഈ ലോക്കാണ് ഇടേണ്ടത്. പിടിച്ചേ. ജസ്റ്റ് പ്രസ് ചെയ്തിരിക്കുക. ഇങ്ങനെയാണ് ഇതിൻ്റെ ലോക്ക് ഇടേണ്ടത്. ഇപ്പോൾ സ്പ്രിങ്ങിൻ്റെ എല്ലാ സ്പ്രിങ്ങും ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്പ്രിങ് ഇവിടെ ലോഡാണോ, അതുപോലെ തന്നെ ഇത് കറക്റ്റ് കയറി കിടക്കുകയാണോ, ഇത് കറക്റ്റ് കയറി കിടക്കുകയാണോ, ഈ ഭാഗം കറക്റ്റാണോ, ഈ ഭാഗം കറക്റ്റാണോ, ഈ ഭാഗം കറക്റ്റാണോ എന്ന് കറക്റ്റായിട്ട് നോക്കി വിടുക. എല്ലാ സ്പ്രിങ്ങും കറക്റ്റ് ആംഗിളിൽ തന്നെയാണോ കിടക്കുന്നത്, ലോക്ക് ആയിട്ടുണ്ടോ നോക്കുക. ഇനി നമുക്ക് ബ്രേക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇതിലാണ് ഇതിൻ്റെ ബ്രേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. ഇത് ബാക്കിലോട്ട് അടിച്ചാൽ സിലിണ്ടർ ബാക്കിലോട്ട് വരും. നമ്മൾ പ്രസ് ചെയ്ത് അകത്തോട്ട് വിട്ട് കഴിഞ്ഞാൽ സിലിണ്ടർ ചായുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഡ്രമ്മ് നമുക്ക് കയറ്റാം. ഡ്രമ്മ് നമുക്ക് കയറ്റിയിട്ട് കറക്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൽ ബ്രേക്ക് കൊള്ളിച്ചുകൊണ്ട് ഡ്രമ്മ് നമുക്ക് കയറ്റാം. ഡ്രമ്മിന് എത്ര ഫ്രീ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഈസി ആയിട്ട് ബ്രേക്ക് ലൈനർ സെറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഡ്രമ്മ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫ്രീ എപ്പോഴും ഡ്രമ്മിന് വേണം. ഓവറായിട്ട് നമ്മൾ ബ്രേക്ക് ലോഡ് ചെയ്ത് ഇടാനായിട്ട് പാടില്ല. ഓവറായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ലൈനർ തേയ്മാനോ അതുപോലെ തന്നെ ബ്രേക്ക് ചൂടാവാനോ ഉള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഡ്രം അടിക്കുന്ന സമയത്ത് ഇത് കോൺ ബെയറിംഗ് ആണ് വരുന്നത്. ഇത് കറക്റ്റായിട്ട് ഗ്രീസ് ചെയ്ത് ഇടുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് ഫോർഡ് ഫിഗോയുടെ ലൈനർ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം, ലൈനറിൻ്റെ തേയ്മാനം കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.